ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവർക്കും വീണ്ടും നിരഞ്ജനായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇത് പഠിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം 2011 എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ഭയങ്കര പ്രതിസന്ധിയാണ്. എൻ്റെ ആയുസ്സിൽ, ആത്മീയ ജീവിതത്തിൽ 54 വർഷം പിന്നിട്ടിട്ട് എനിക്ക് ഉണ്ടാകാത്ത ഒരനുഭവമാണ് 2011 വളരെ ഖേദകരമായിരിക്കുന്ന, ഓർക്കുമ്പോൾ മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്നത്. അത് മറ്റ് ഒരു ജാതിയിൽ നിന്നായിരുന്നെങ്കിലോ ഒരു മദ്യപാനിയിൽ നിന്നായിരുന്നെങ്കിലോ ഒക്കെ അത് സഹിക്കാമായിരുന്നു. എന്നാൽ ഈ ശുശ്രൂഷയുടെ ഔന്നത്യത്തിൽ നിൽക്കുന്നു വിശ്വസിക്കുന്ന, ഭക്തനെന്ന് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നേരിട്ടപ്പോൾ വല്ലാതെ മനസ്സ് നൊമ്പരപ്പെട്ടു. ഇതുവരെ 54 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും ഞാൻ അങ്ങനെ നൊമ്പരപ്പെട്ടിട്ടില്ല. 2 അച്ഛന്മാരെന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഞാൻ താമസിച്ച വീട്ടിൽ പതിവായി വരുമായിരുന്നു. അതിലൊരാൾ നിത്യതയിൽ പ്രവേശിച്ചു, മാറ്റിവെച്ചു. എന്നെ സഹോദരനെ പോലെ, മകനെ പോലെ, ഇളയ സഹോദരനെ പോലൊക്കെ സ്നേഹിച്ച് ഒത്തിരി പ്രോത്സാഹിപ്പിച്ച് ആത്മീയ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങ് തന്ന ഒരു പട്ടക്കാരനാണ് നിത്യതയിൽ വിശ്രമിക്കുന്നത്. മറ്റൊരാളിന്ന് ജീവിച്ചിരിക്കൊണ്ട് ഫിലിപ്പി മാറ്റിവെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ സന്ദർശിക്കാൻ വരുമായിരുന്നു. ആ സമയത്ത് ഒത്തിരി മിസ്ഇൻ്റർപ്രിട്ടേഷൻസ് ഞാൻ അനുഭവിച്ചു. എൻ്റെ ഉപ്പാപ്പൻ്റെ സഭയിൽ ഞാൻ പോകാമെന്ന് പറഞ്ഞു. ചിലരൊക്കെ ആണെങ്കിൽ ചുമന്ന കുപ്പായം തയ്പ്പിച്ച് വെച്ചു. അങ്ങനെ ഒത്തിരി അപവാദങ്ങളും ഒക്കെ ഞാൻ കേൾക്കേണ്ടതായിട്ട്. അങ്ങനെ ഈ ഉണ്ടല്ലോ, മനസ്സങ്ങ് അസ്വസ്ഥമാകുന്ന ഒരു സന്ദർഭമില്ലേ. നമ്മൾ എത്ര ഭക്തനായാലും അതുണ്ട്. എലിയാവ് പോലും ചോദിച്ചായിട്ട് അനുഭവിക്കണം. അപ്പം ഞാൻ തന്നെ ഇതിനകത്തോട്ട് അങ്ങ് ഒതുക്കുന്ന പോലെ എൻ്റെ വെയിറ്റ് ഒരു 10-20 കിലോ പറഞ്ഞു വെയിറ്റ്. എനിക്ക് ബ്രോങ്കൽ പ്രോബ്ലം ഉണ്ടായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ചെയ്തു, പ്രയാസങ്ങളുണ്ടായി. ഞാൻ BMR വെച്ച് ദിവസം വന്നപ്പോൾ എൻ്റെ കൂടെ ഒരു 2 മണിക്കൂറോളം മണിക്കൊച്ചിനെയും അച്ഛനും കൂടെ ഇരുന്ന് ഞങ്ങൾ വർത്തമാനം പറഞ്ഞു, സംസാരിച്ചു. എൻ്റെ അടുത്ത് വന്നിരുന്ന് ഈ കരങ്ങളെ പിടിച്ചുകൊണ്ട് അദ്ദേഹം കണ്ണിൽ നിന്ന് കണ്ണീർക്കണങ്ങൾ ഇറ്റിറ്റ് വീണത് ഞാൻ ഓർക്കുന്നു. ഇങ്ങനൊരു തമ്പാച്ചനെ അല്ല ഞങ്ങളിതുവരെ കണ്ടിട്ടുള്ളത്. ഇനിയും കർത്താവിന് കാണേണ്ടതും ഇങ്ങനെ ഒരാളല്ല. അതുകൊണ്ട് മടങ്ങി വരണം, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയൊക്കെ ഉണ്ട്, എനിക്ക് പ്രാർത്ഥനയില്ലാതെ ഒന്നുമല്ല. അന്നേരം എന്നെ ബലപ്പെടുത്തിയ നിരവധി ഗ്രന്ഥങ്ങളുണ്ട്, നിരവധി വ്യക്തികൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട വേദപുസ്തകത്തിലെ ഒരു ഗ്രന്ഥമാണ്, ഒരു പുതിയ പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. എന്നാണ് ഞാൻ ഒത്തിരി ചിന്തിക്കുകയും വായിക്കുകയും പഠിക്കുകയും ഈ നോട്ട്സൊക്കെ, എൻ്റെ പഴയ നോട്ട്സാണ്, ആ നോട്ട്സൊക്കെ എഴുതി സൂക്ഷിക്കുകയും ചെയ്യാനായിട്ട് ഇടയായിട്ട്. പിന്നെ പലയിടത്ത് ചെറിയ പോർഷൻസ് ഇതിൽ നിന്നെടുത്ത് പഠിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു ബൈബിൾ സ്റ്റഡി ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് നിർബന്ധമുണ്ട്, ബഹുമാന്യ ശ്രോതാക്കൾ, ഞാൻ പഠിപ്പിക്കുന്ന, ഞാൻ പറയുന്ന, സംവേദനം ചെയ്യുന്ന സത്യങ്ങൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. അതുകൊണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത്. ഈ ആമുഖമില്ലെങ്കിൽ, ഇതിൻ്റെ ബേസ് ഇല്ലെങ്കിൽ മേലോട്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ പശ്ചാത്തലം പറയുന്നത്. ഈ ഇന്നത്തെ ക്ലാസ് കൂടെ ആ വിധത്തിൽ ആയിരിക്കും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നെ വളരെ ശക്തിപ്പെടുത്തിയ ഒരു പുസ്തകമാണ് നൈറ്റ് എന്ന് പറയുന്ന പുസ്തകം. പല പുസ്തകങ്ങളുണ്ട്. നൈറ്റ്. എന്നോട് തമാശയ്ക്ക് ഒരാൾ ചോദിച്ചു, ഈ പുസ്തകത്തിൻ്റെ പേരൊക്കെ പറയുന്നതല്ലാതെ അതൊക്കെ വായിക്കുകയോ വീട്ടിൽ ഇതുകൊണ്ടോ? ഇത് 1985 സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ച ഏലി വിസൽ എന്ന് പറയുന്ന യഹൂദൻ തൻ്റെ 1944-45 കാലഘട്ടത്തിൽ ലോകമഹായുദ്ധത്തിൽ തനിക്ക് നേരിട്ട ക്രൂരമായ പീഡനത്തിൻ്റെ അനുഭവങ്ങളുടെ അനുസ്മരണമാണ് ഈ പുസ്തകത്തിൽ.
ഇത് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ടെക്സ്റ്റ് ബുക്കാണ് ഈ പുസ്തകം. ഇത് കണ്ണീരോടുകൂടി എല്ലാം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കത്തില്ല. സ്വന്തം കണ്ണിൻ്റെ മുൻപിൽ വെച്ച് സ്വന്തം സഹോദരിയെയും അപ്പനെയും അമ്മയും കുഴിയിലേക്ക് വലിച്ചെറിയുന്ന ഹൃദയഭേദകമായ കാഴ്ച കണ്ട ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാലൻ വെടിയേറ്റ് തളർന്നു വീണ് മരിച്ചുപോയെന്ന് കരുതി ഉപേക്ഷിച്ചു പോയതാണ്. അവിടുന്ന് എഴുന്നേറ്റ് നടന്നുപോയി അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ച് അനുഭവിച്ച് ദൈവത്തിൻ്റെ ദിവ്യമായിരിക്കുന്ന കരുതൽ അനുഭവിച്ച് കൃപ അനുഭവിച്ച് ആ കൃപയുടെ സാഗരത്തിൽ ആനനൃത്തമാടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഉരുത്തിരിഞ്ഞ് വന്ന സുന്ദരമായൊരു കാവ്യമാണ് ഈ മനോഹരമായിരിക്കുന്ന പുസ്തകം. അടുത്ത സമയത്ത് എന്നെ വളരെയധികം ചിന്തിപ്പിച്ച മറ്റൊരു പുസ്തകമാണ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇ.എം. ബൗൺസിൻ്റെ കാര്യം. ഇ.എം. ബൗൺസ്, പവർ ത്രൂ പ്രെയർ. അദ്ദേഹത്തിൻ്റെ വലിയ മറ്റൊരു പുസ്തകമുണ്ട്, പ്രെയറിനെ കുറിച്ച് മാത്രം അദ്ദേഹം എഴുതുന്നത്. നമ്മുടെ ബൈബിൾ സ്റ്റഡി തുടങ്ങിയ സന്ദർഭത്തിൽ 2 കാര്യങ്ങൾ ഓർമ്മിച്ചായിരുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് 2 കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഒന്ന് പ്രാണവായു, മറ്റൊന്ന് ആഹാരം. പ്രാണവായു എന്താണ്? പ്രാണവായു പ്രാർത്ഥനയാണ്. പ്രെയർ ഈസ് ദ ബ്രീത്ത് ഓഫ് ദ സോൾ എന്നൊരു പറച്ചിലുണ്ട്. ആത്മാവിൻ്റെ ശ്വാസോച്ഛ്വാസമാണ് പ്രാർത്ഥന. പിന്നെ ഭക്ഷണം എന്താണ്? വചനമെന്ന മയമില്ലാത്ത പാൽ. ഇത് രണ്ടും ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയുടെ പിൻപിൽ അനുപേക്ഷണീയമായിരിക്കുന്ന ഘടകങ്ങളാണ്. ഇവ രണ്ടുമാണ് ഒരു ദൈവവൈതലിനെ ജീവിതത്തിൽ അർത്ഥവത്തായി നിലനിർത്തുന്നതും മെച്വർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വളർത്തുകയും ചെയ്തു. ആമുഖമായിട്ട് ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ എത്ര സമയം പ്രാർത്ഥിച്ചു? ഈ ദിവസങ്ങളിൽ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കും? ദശാംശം പ്രാർത്ഥനയ്ക്ക് മാറ്റുമോ സമയത്തിൻ്റെ? അതിൻ്റെ ഫലമുണ്ടാവും, സംശയമില്ല. നമുക്ക് കുറവ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ്. മിടുക്കന്മാർ ഒത്തിരിയുണ്ട്, നമുക്ക് സമർത്ഥര്. സ്പിരിച്വൽ ടെക്നോളജീസ് ടെക്നോളജിസ്റ്റ് ഒത്തിരി നമുക്കുണ്ട്. പക്ഷേ പ്രാർത്ഥനാ വീരന്മാർ, പ്രാർത്ഥിക്കുന്ന അമ്മമാർ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്വത്താണ്. അല്ല, നമ്മുടെ ഇടവകയിൽ ചെറിയ ചെറിയ പ്രാർത്ഥനാ സെല്ലുകൾ ഉണ്ടാകുന്നത് നല്ലതാണ്. പ്രസംഗിക്കാനൊന്നുമല്ല, ഒരുമിച്ച് കൂടിയിരുന്ന്, സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ ഒരുമിച്ച് കൂടിയിരുന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ ആഴ്ചയിൽ ഒരിക്കൽ പ്രാർത്ഥിക്കാനായിട്ട് സമയം ചെലവഴിക്കും. എൻ്റെ ശക്തി കണ്ടിട്ടുണ്ട്, ശക്തി കാണുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഈ ജീവിതത്തിലേക്ക് തിരികെ എന്നെ കൊണ്ടെത്തിച്ച് ആത്മീയ ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങൽ തന്ന് എന്നെ ബലപ്പെടുത്തിയത് ഇങ്ങനെയുള്ള കൃതികളും അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയും സപ്പോർട്ടുമാണ്. അത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇങ്ങനെ വചനം കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കാനായിട്ട് എനിക്ക് ദൈവം അവസരം ഒരുക്കി തന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാനിയേലിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ഈ 12 അധ്യായങ്ങളിൽ വ്യക്തമാകുന്നത് ലഘുവായ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറയാനായിട്ട് ശ്രമിച്ചു. നിങ്ങൾക്കതിനോട് ആഡ് ചെയ്യാനായിട്ട് തരുന്നുണ്ട്. ഞാൻ തന്നെ അവിടെ ഇന്നിരുന്ന് ആലോചിച്ചപ്പോൾ, ഇന്ന് രാവിലെ ധ്യാനിച്ചപ്പോൾ 1-2 കാര്യങ്ങളോട് എനിക്ക് അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട് കിട്ടി. എന്നറിയാം, ഉത്കൃഷ്ട മാനസനായിരിക്കുന്ന ദാനിയേലിനെ കുറിച്ച് പറയുന്നു. ഉത്കൃഷ്ട മാനസൻ, ഫെർവന്റ് ഇൻ സ്പിരിറ്റ്, ഉത്കൃഷ്ട മാനസനായ ദാനിയേൽ. മറ്റൊന്നെനിക്ക് മനസ്സിലായത് മാൻ ഓഫ് ഫിഡലിറ്റി, വിശ്വസ്തതയുള്ളവൻ, വിശ്വസ്തതയുള്ള മനുഷ്യൻ, വിശ്വസ്തനായിരുന്നു. ഇതൊക്കെ അതിനകത്ത് അതേ പദം തന്നെ ചേർത്തിട്ടുണ്ട് ദാനിയേലിനെ കുറിച്ച്. അവൻ വിശ്വസ്തനായിരുന്നു. അതായത് അവനെ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് സൂപ്പർവിഷനൊന്നും വേണ്ട. ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ ഇൻ ഇറ്റ്. Even when there is no one to supervise him, he is faithful. കാരണം ഞാൻ ആരുടെ മുൻപിലായി ശുശ്രൂഷിക്കുന്നുള്ള അവബോധം അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും ഉണ്ടായി. ഇനിയും ഇതിന് ഈ പുസ്തകത്തിൻ്റെ ദാനിയേൽ പ്രവചനത്തിൻ്റെ ഒരു ദൈവശാസ്ത്ര
വിഷയങ്ങൾ ഇതിനകത്ത് എങ്ങനെയൊക്കെ എന്തൊക്കെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് നമുക്കൊരു ചിന്ത ഇന്ന് ഒരുമിച്ച് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. തിയോളജിക്കൽ ഇഷ്യൂസ് ഈ പുസ്തകത്തിൽ, ദാനിയേൽ പ്രവചനത്തിൽ നേരത്തെ പറഞ്ഞു, ഇതൊരു മുഖവുരകളാണ്. ഇത് മുന്നോട്ടുള്ള പഠനത്തിൽ നമുക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഇത് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന്, പ്രോപ്പർ തിയോളജി എന്താണെന്നുള്ളത് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തിയോളജി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? തെയോസ്, ദൈവം. തിയോളജി, ദൈവത്തെക്കുറിച്ചുള്ള ശാസ്ത്രം. ഈ ദൈവത്തെക്കുറിച്ചൊന്നും ശാസ്ത്രം എഴുതത്തക്ക തരത്തിൽ ആരും നമ്മുടെ കൂട്ടത്തിൽ ആരും വളർന്നിട്ടില്ല. കാരണം ദൈവം എന്ന് പറയുന്നത് ഈസ് ബിയോണ്ട് അവർ അണ്ടർസ്റ്റാൻഡിങ്. വി ആർ ലിവിങ് ഇൻ ബിറ്റ്വീൻ ടൈം ആൻഡ് സ്പേസ്. കാലത്തിന് സമയത്തിനുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗോഡ് ഈസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. ഇതിനകത്ത് നിന്നുകൊണ്ട്, ഈ കൊച്ചു കാലത്തിൽ നിന്നുകൊണ്ട് കാലാതീതനായിരിക്കുന്ന ദൈവത്തെ നമ്മൾ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും സാധിക്കില്ല. ഇറ്റ്സ് ഇംപോസിബിൾ ദൈവത്തെക്കുറിച്ചുള്ള ശാസ്ത്രം എഴുതാനുള്ളത്. പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള ശാസ്ത്രം എങ്ങനെ എഴുതുന്നത്? ഗോഡ് റിവീൽഡ് ഹിംസെൽഫ് ഇൻ ഹിസ്റ്ററി ടൈം ടു ടൈം. ഏകദേശം 150 വിശേഷണങ്ങളുണ്ട് താൻ ചരിത്രത്തിൽ തന്നെ വെളിപ്പെടുത്തിയത്, താൻ ആരാകുന്നത് വെളിപ്പെടുത്തിയത്. അത് കോണ്ടെക്സ്റ്റിലാണ്. ഓരോ സന്ദർഭങ്ങളിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ആ വെളിപ്പെട്ടതൊക്കെയാണ് ഓരോ ദൈവശാസ്ത്ര ചിന്തയായിട്ട്, ശാഖയായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. സർവ്വലോകത്തിൻ്റെയും സൃഷ്ടാവായിരിക്കുന്ന ദൈവം ചരിത്രത്തിന്മേലും രാഷ്ട്രത്തിന്മേലും രാജാക്കന്മാരുടെ മേലും എല്ലാത്തിന്മേലും അധികാരമുള്ളവനാണ്. ഈ പുസ്തകത്തിൻ്റെ ചിന്താവിഷയം എന്താണ്? ഹെവൻ റെയിൻസ്. വാഴുന്നത് സ്വർഗമാകുന്നു. വാഴുന്നത് സ്വർഗമാകുന്നു. ഹെവൻ റെയിൻസ്. ദ വൺ ഹു സിറ്റ് ഇൻ ഹെവൻ, ഹി ഈസ് ഇൻ ടോട്ടൽ കൺട്രോൾ ഓഫ് ദ ടോട്ടൽ യൂണിവേഴ്സ്. ഈ ലോകത്തിൻ്റെ മുഴുവനും നിയന്ത്രണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ഈ അദ്ദേഹം എന്ന് പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ഭാഷയ്ക്ക് ലിമിറ്റുണ്ട്. ഒരു ഭാഷ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലിമിറ്റുണ്ട്. കറുത്തത് എന്ന് പറഞ്ഞാൽ തീർന്നു, അതോടെ തീർന്നു. ഭാഷയ്ക്ക് ലിമിറ്റുണ്ട്. ഈ ഭാഷ കൊണ്ട് പോലും നിർവചിക്കാനാവാത്തതിൽ ഉന്നതനാണ് ദൈവം. ദൈവത്തെ ഭാഷ കൊണ്ട് ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല. യാഹ്വേ എന്നുള്ള പദം അത് ദൈവത്തെ വിശേഷിപ്പിക്കാൻ ഹീബ്രൂസ് ഉപയോഗിച്ചായിരിക്കുന്ന പദമാണ് യാഹ്വേ. അത് ഡിഫൈൻ ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് അൺലിമിറ്റഡാണ്, ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ശബ്ദത്തിനും എൻ്റെ ഭാഷയ്ക്കും എൻ്റെ ഇമാജിനേഷനും ഒക്കെ അതീതനാണ് ദൈവം. അപ്പോൾ എല്ലാത്തിൻ്റെയും നിയന്ത്രണം ദൈവത്തിൻ്റെ കൈകളിലായിരിക്കുന്നു. അവൻ്റെ മുൻപിൽ ഒരു ത്വരണം ചെയ്യാൻ ഒരു ശക്തിയും ഈ ഭൂമിയിൽ ഇല്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവ അധികാരത്തിൻ്റെ കീഴ്പ്പെട്ടതാണ് മറ്റ് എല്ലാ രാജാക്കന്മാരും, എല്ലാ രാജ്യങ്ങളും, എല്ലാ ശക്തികളുമെന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ലോക ചരിത്രത്തിൽ ശാക്തികമായ രാഷ്ട്രീയ നേതാക്കൾ ഉദയം ചെയ്തിട്ടുണ്ട്. ബാബിലോൺ സാമ്രാജ്യം, മേദ്യ-പാർശ്യ സാമ്രാജ്യം, ഗ്രീസ് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം, പിന്നീട് ഡെമോക്രാറ്റിക് വേൾഡ്, അതോടെയാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഇതൊക്കെ ശക്തിയുള്ള രാജ്യങ്ങളാണ്. റോമൻ സാമ്രാജ്യം ഉരുക്കുമുഷ്ടി കൊണ്ട് കാര്യങ്ങൾ ചെയ്തതാണ്. പക്ഷേ അത് തകർക്കപ്പെട്ടു. കർത്താവിൻ്റെ മടങ്ങിവരവിന് മുൻപ് അസ്തമിച്ച റോമൻ സാമ്രാജ്യം സടകുടഞ്ഞ് എഴുന്നേൽക്കുമെന്ന് ദൈവവചനം സാക്ഷിക്കുന്നു. ദൈവമക്കൾ അത് വിശ്വസിക്കുന്നു. അത് യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ അത് നടക്കുന്നുണ്ട്. അസ്തമിച്ച റോമൻ സാമ്രാജ്യത്തിൻ്റെ വിഭജിക്കപ്പെട്ടതായിരിക്കുന്ന ശക്തികൾ മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ തീരത്തുള്ള രാജ്യങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയൊക്കെ അതിൻ്റെ വലിയ വഴിയായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മശിഹ മഹാരാജാവിൻ്റെ ലോകത്തിലേക്കുള്ള ആഗമനത്തിന് വേണ്ടിയുള്ള വാതിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സാന്ദർഭികമായി പരാമർശിച്ചുവെന്ന് മാത്രം. 4-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ അവൻ താഴ്മയുള്ളവനെ
ഉയർത്തുന്നു, താഴ്മയുള്ളവനെ ഉയർത്തുന്നു, നിഗളികളെ തകർത്ത് കളയുന്നു. ദൈവത്തോട് നിഗളിച്ചും അഹങ്കരിച്ചും ആർക്കും ഈ ഭൂമിയിൽ അധികകാലം മുന്നോട്ട് പോകാനാവില്ല. എന്റെ പ്രതാപ മഹാത്മ്യത്തിന് വേണ്ടി ഞാൻ പണിത മഹതിയാം ബാബിലോൺ ഇതല്ലയോ എന്ന് നോക്കി ഉള്ളത്തിൽ അഹങ്കരിച്ചിരിക്കുമ്പം സ്വർഗം കണ്ടു. ഞാൻ തന്നതുകൊണ്ട് നീ ഇത് പണിതിട്ട്, ഞാൻ തന്നതുകൊണ്ട് നീ ഇത് ഉണ്ടാക്കിയിട്ട് എനിക്ക് മഹത്വം കരയറ്റാതെ സ്വയം മഹത്വം എടുക്കാൻ നീ ആഗ്രഹിച്ചെങ്കിൽ നിന്നെ ഞാൻ മനുഷ്യവേഷത്തിൽ നിന്നും മനുഷ്യരൂപത്തിൽ നിന്നും മാറ്റി എവിടെ കൊണ്ടുപോകും? മൃഗങ്ങളുടെ ഇടയിൽ കൊണ്ടുപോകും. മൃഗങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ, അല്ലേ? ഞാൻ ആ അസുഖത്തിന്റെ പേര് പറഞ്ഞു, ലൈക്കൻത്രോഫി. അതൊരു മാനസിക രോഗമാണ്. മൃഗത്തെ പോലെ ശരീരത്തിൽ രോമം വളരുക, നഖം വളരുക, ഈ വായിൽ നിന്ന് സലൈവയൊക്കെ ഇങ്ങനെ കുഴിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ സ്വയം രാജസ്ഥാനത്ത് നിഷ്കാസിതനായി പ്രവചിച്ച സമയം വരെയും അത് കഴിഞ്ഞ് അവന് സുബോധം വന്ന് മടങ്ങി വന്നെന്നാണ്. അഹങ്കരിക്കരുത്. ദൈവത്താൽ അല്ലാത്ത ഒരധികാരവുമില്ലെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ല. ദൈവം നിന്നെ ഏതെങ്കിലും ഒരു സ്ഥാനത്താക്കിയെങ്കിൽ ആക്കിയ സ്ഥാനം അതിന്റെ മഹത്വം കണ്ട് അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ തകർത്ത് കളയും ദൈവം. ഇത് നമുക്കൊരു പാഠമാണ്. നമുക്ക് അല്പമേ ഉള്ളെന്ന് വിചാരിക്കാം, പക്ഷെ അല്പമേ ഉള്ളതിൽ ദൈവം തന്നതാണെന്നുള്ള ബോധ്യമല്ലാതെ നിന്റെ കരത്തിന്റെ മഹത്വം കൊണ്ട് സൃഷ്ടിച്ചെടുത്തത് ആർജിച്ചെടുത്തതാണെന്നുള്ള അഹന്തയും ഗർവവും ജീവിതത്തിലുണ്ടായിട്ട് ദൈവത്തെ മറന്നുകൊണ്ടുള്ള ജീവിതമാണെങ്കിൽ അതിനെതിരെ ദൈവത്തിന് ന്യായീനതയുണ്ടെന്ന് വിവക്ഷ. ദൈവവചനം ശക്തമായി അങ്ങനെ നമ്മളെ പഠിപ്പിക്കും. ദൈവശാസ്ത്രമാണ് അത് ഇതിനകത്ത് ശക്തമായി പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. തൻ്റെ വിശുദ്ധർക്ക് വേണ്ടി, അതൊക്കെ വായിക്കുമ്പം ഉള്ളം തുടിക്കണം. തൻ്റെ വിശുദ്ധർക്ക് വേണ്ടി, തന്നോടൊത്ത് തനിക്ക് വേണ്ടി, തൻ്റെ ലോകത്തിൽ വേർതിരിക്കപ്പെട്ട് ജീവിക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. സ്തോത്രം. To be with the Lord and for the Lord and with the Lord. ദൈവത്തോടൊത്ത്, ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ലോകത്തിൽ ജീവിക്കുന്ന ഭക്തന് വേണ്ടി, വിശുദ്ധന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ ഒരു ദൈവമുണ്ടെന്ന് അത് രാജാവിന് കാണത്തില്ല. പക്ഷേ അത് ദാനിയേലിനറിയാം, അവൻ്റെ ഉള്ളത്തിനറിയാം. ഈ എൻ്റെ ദൈവത്തെ എനിക്കറിയാവുന്നതുപോലെ ഞാൻ പറയുന്ന എൻ്റെ ദൈവത്തെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഐ നോ ഹിം പേഴ്സണലി. പൗലോസ് പറഞ്ഞതാ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഐ എം ഷുവർ ആൻഡ് സർട്ടൻ ഹൂ ഹി ഈസ്. ദിസ് ഈസ് ഔട്ട് ഓഫ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഐ നോ ഹിം. നമുക്കത് പറയാൻ കഴിയും. എനിക്കറിയാം. പ്രിയപ്പെട്ടവർ, നമ്മൾ എത്ര പേർക്ക് അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്? പേഴ്സണൽ എക്സ്പീരിയൻസ്. ഈ അവർ ലോഡ് ആൻഡ് അവർ സേവിയർ എന്നല്ലെന്ന ഈസ് മൈ സേവിയർ ആൻഡ് മൈ ലോഡ് എന്ന ഒരു വൈകാരിക ബന്ധമാണ് ഈ കർത്താവും വിശ്വാസിയും തമ്മിലുണ്ടായിരിക്കുന്നത്. ഈ മറ്റുള്ളവരൊക്കെ നമ്മളെക്കുറിച്ച് എന്താ പറയും, നമുക്കൊരു വിഷയമേ അല്ല. ഈ കർത്താവ് നമ്മളെ എങ്ങനെ അറിയുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ആരും നമ്മളായിരിക്കുന്ന പോലെ മനസ്സിലാകത്തില്ല, ഒരിക്കലും മനസ്സിലാകത്തില്ല. അതങ്ങനെ കാരണമുണ്ട്. ഞാനൊരു 10-15 കൊല്ലമായിട്ട് ഈ പരിപാടിയല്ലേ നടത്തുന്നത്. ഒത്തിരി ഇൻ്റർനാഷണൽ ലീഡേഴ്സിനോട് കൂടെ ചേർന്ന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം. അവരുടെ കൂടെ കിടന്ന്, ഞങ്ങളുടെ കൂടെ കിടന്ന് അവർ ഫ്ലോറിൽ കിടന്നുറങ്ങും. ഈ ഇൻ്റർനാഷണൽ ജോർജ് ഓർവലിനെ പോലത്തുള്ള ഇൻ്റർനാഷണൽ ലീഡേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ വി ആർ ബ്രദേഴ്സ്, ജസ്റ്റ് ലൈക്ക് ബ്രദേഴ്സ്. വി ആർ മൂവിങ് ആൻഡ് ലിവിങ് ആൻഡ് ഈറ്റിംഗ് ടുഗെദർ. അത് ഭയങ്കര സന്തോഷമാണ്. അവിടെ നിന്ന് ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഇതാ ഇൻ്റർനാഷണൽ ലീഡറാണ്, വലിയ മനുഷ്യനാണ്. ബ്രദർ എന്ന് പറഞ്ഞ് ടീം അസിസ്റ്റൻ്റാണ് ഞാൻ. എൻ്റെ അടുത്ത് വന്നിരുന്ന് തോളത്ത് കൈയിട്ടുകൊണ്ട് ഒക്കെ സംസാരിക്കുന്ന ആ കാലത്ത് ഞാൻ ഓർക്കുകയാണ്. ഒരു സന്തോഷമാണ്. തനിക്ക് വേണ്ടി നിൽക്കുന്നവരെ അറിയുന്ന ഒരു പ്രിയനുണ്ട്, തിരിച്ചറിയുന്ന ദൈവമുണ്ട്. ശാഖപദാർത്ഥവും പച്ചവെള്ളവും മതി, പക്ഷേ അവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മെച്ചമായ സൗന്ദര്യം നിന്റെ മുഖത്ത് തരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ആരോഗ്യത്തിന്മേൽ അത് കാട്ടിത്തരാൻ കഴിയുന്ന ഒരു ദൈവം.
ഞാൻ അതിനെക്കുറിച്ചുള്ള പരാമർശം വരുമ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തോളാം. 2, ക്രിസ്റ്റോളജി, ക്രിസ്തുശാസ്ത്രം. ഈ ക്രിസ്തു എന്ന പേര്, ക്രൈസ്റ്റ് എന്ന പേരൊന്നും അതിനകത്ത് ഇല്ല എങ്കിൽ പോലും ക്രിസ്തുവിനെ പറ്റിയുള്ള ഉപദേശം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം എന്നെടുത്ത് നമ്മൾ പറയുമ്പോൾ ഈ ബുക്കിനെ കുറിച്ചുള്ള പരിജ്ഞാനം കൂടെ നമുക്ക് വേണമല്ലോ, റെഫറൻസ് എടുത്താട്ട്. 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, ഒരാൾ 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് ഒരുവൻ മതി. ഇത് എന്തിന്? ഇത് ആരെ കുറിക്കുന്നതാണ്? പറഞ്ഞോ, ആരെ കുറിക്കുന്നതാണ്? എന്തിനെ കുറിക്കുന്നതാണ്? നമ്മുടെ അരുമനാഥനായിരിക്കുന്ന കർത്താവിൻ്റെ ലോകത്തിലേക്കുള്ള ആഗമനത്തെക്കുറിച്ചുള്ള പുതിയ നിയമത്തിൻ്റെ വിശദീകരണത്തിൻ്റെ നിഴലാണിത് കാണുന്നത്. പൊരുളാണ് എവിടെ കാണുന്നത്? തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്ന കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനോദന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കും, പിന്നെ മേഘങ്ങൾ എടുക്കപ്പെടും എന്നൊക്കെയുള്ള ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യപുത്രൻ ഓടുസന്നയാണ്. ഇനി അടുത്തത് 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം. ഉം 62 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെടും. നമ്മൾ 70 ആഴ്ചവട്ടത്തെക്കുറിച്ചുള്ള പഠനം വരും, അപ്പോൾ നമുക്ക് പഠിക്കാവുന്ന ഇത്. പക്ഷേ എൻ്റെ വിഷയം എന്താണ്? ക്രിസ്റ്റോളജി ഇതിനകത്തുണ്ടോ എന്നുള്ളതാണ്. യെസ്, അഭിഷിക്തൻ, ഗോഡ്സ് അനോയിന്റഡ് വൺ. അതാരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, അഭിഷിക്തൻ. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശവും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഭിഷിക്തൻ ഛേദിക്കപ്പെടുമെന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. 3, സോറ്റീരിയോളജി, രക്ഷാശാസ്ത്രം. ദൈവിക വീണ്ടെടുപ്പിൻ്റെ പദ്ധതി പരോക്ഷമായിട്ട് പരാമർശിക്കുന്നു. പീഡനത്തിൻ്റെ നടുവിൽ അടിമത്തത്തിലുള്ള ജനത്തിന് വീണ്ടെടുക്കപ്പെടുമെന്നൊരു പ്രത്യാശ നൽകുന്നുണ്ട്. യിരെമ്യാവിൻ്റെ പുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ദാനിയേൽ അവിടെ കഴിഞ്ഞുവിടുന്നത്. ആ യിരെമ്യാവിൻ്റെ പുസ്തകം പരാമർശിക്കുമ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യം കണ്ടു. 70 വർഷം കഴിയുമ്പോൾ ഞങ്ങൾക്കൊരു വിടുതലുണ്ട്, ഞങ്ങൾക്കൊരു വീണ്ടെടുപ്പുണ്ട്, അടിമത്തത്തിൽ നിന്നൊരു വിമോചനമുണ്ട്. രക്ഷാശാസ്ത്രം, ഒരു വീണ്ടെടുപ്പ്, ഒരു വിടുതല് ഭംഗിയായി പരാമർശിക്കുന്നു. കോരേശ് എന്ന് പറയുന്ന അഭിഷക്തനിൽ കൂടെ അതിന് വഴിയൊരുക്കുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പീഡനശക്തികളെ തോൽപ്പിച്ച് തൻ്റെ ജനത്തിന് വിമോചനം നൽകുന്ന അഭിഷിക്തനായിരിക്കുന്ന മെശിഹ വരികയും ഛേദിക്കപ്പെടുകയും ചെയ്യുന്ന മുമ്പേ നമ്മൾ വായിച്ച 9-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 4, ന്യൂമറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താ? ആത്മശാസ്ത്രം, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ശാസ്ത്രം. ഈ തിയോളജിയുടെ ഒരു 10-19 ശാഖകളോളം ഉണ്ട് പഠിക്കാൻ. അച്ഛനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. ഞാൻ ഡിപ്ലോമയെ പഠിച്ചിട്ടുള്ളത്. ഡിപ്ലോമക്കാർക്ക് ഒത്തിരി പഠിക്കണ്ട, എഞ്ചിനീയർമാരെ പോലെ. വേണ്ട ഡീറ്റെയിൽ പഠിക്കണ്ട. അതുകൊണ്ട് BTH ഉള്ള പുള്ളികൾ ഇരിപ്പുണ്ട്. എനിക്കത്രയും വേണ്ട. എനിക്കത്രയില്ല, ഡിപ്ലോമയുള്ളതുണ്ട്. എന്നാലും ഞാനിത് വായിച്ചിട്ടുണ്ട്. ഈ ദൈവശാസ്ത്രത്തിൻ്റെ ഈ ശാഖകളെക്കുറിച്ച്, ആന്ത്രോപോളജി, ഹമാറ്റിയോളജി, ഇങ്ങനെ ഒത്തിരി ശാഖകളുണ്ട്. അപ്പോൾ ഡീമനോളജി, ഏഞ്ചലോളജി ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒത്തിരിയൊന്നും ഞാൻ ഡീറ്റെയിൽ പഠിച്ചിട്ടില്ല, വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതൊക്കെ പരിശോധിച്ചിട്ടുണ്ടെന്ന് മാത്രം. ന്യൂമറ്റോളജി, പരിശുദ്ധാത്മശാസ്ത്രം. ദൈവജനത്തെ നയിക്കുന്നതും പ്രതികൂല സാഹചര്യങ്ങൾ തളരാതെ നിർത്തുന്നതും പരിശുദ്ധാത്മാവാണ്. അതായത് ഈ നെബൂഖദ്നേസർ ദാനിയേലിനെ സംബോധന ചെയ്യും, വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു റെഫറൻസ് ഉണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം.
ആരാണ്? എന്താണ് വെച്ചമേ? വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളവനാണ് നീയെ. ഇങ്ങോട്ട് നോക്കിയാട്ടെ എല്ലാവരും. ആര് പറഞ്ഞതാ? 120 സംസ്ഥാനങ്ങളുടെ ഭരണസാരഥ്യം വഹിക്കുന്ന, ലോകത്തെ വിറപ്പിക്കാൻ കെൽപ്പുള്ള നെബൂഖദ്നേസർ രാജാവ് 15-16 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചനോട് പറയുകയാണ്, ഒരു കുട്ടിയോട് പറയുകയാണ്. ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുക. ഈ ബാലന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ മാതാക്കളെ, പിതാക്കന്മാരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഒരു ചിന്തയെന്താണ്? ഇവിടെ കൊണ്ടുവരുമ്പോൾ എത്ര വയസ്സുണ്ട്? ബാലന്മാരാണ്. എത്ര വയസ്സാണ് പറഞ്ഞ് ഒരു ഏകദേശം പറഞ്ഞാൽ മതി. ഒരു 14-15 വയസ്സ് കാണും. 14-15 വയസ്സ് വരെ ഇവിടെ ആയിരുന്നു അവരുടെ മാതാപിതാക്കളോടൊപ്പം. നിങ്ങളിപ്പോൾ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്താണ്? ചിന്ത എന്തായിരിക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. എന്താണ്? വല്ലതും കിട്ടിയോ? ഈ ഞാൻ പറയാൻ വേണ്ടി മാത്രം ഇരിക്കരുത്. വി ആർ ഡിസ്കസിങ് ടുഗെദർ. നമ്മൾ ഒരുമിച്ചാണ്. സാർ പറ, സാറിന് പറയുന്ന ആളാണല്ലോ, പറ. ദൈവശാസ്ത്രം ഇങ്ങോട്ട് വിളമ്പണ്ട. ഓർത്ത് നോക്കിയേ, ഈ മതി ഈ പേരൻറ്റിങ്ങിൻ്റെ മഹത്വം, പേരൻറ്റിങ്ങിൻ്റെ മഹത്വം അത് വേറൊരു ക്ലാസ് എടുക്കണം. ഹൗ ഈസ് പേരൻറ്റിങ്, വാട്ട് ഈസ് പേരൻറ്റിങ്? ഈ കുഞ്ഞുങ്ങളാരും നമ്മളുടേതല്ല. കുഞ്ഞുങ്ങളാരും നമ്മളുടേത് അല്ല. ഈ നമ്മളുടെ ജീനുകളുടെ, നമ്മുടെ ക്രോമോസോമുകളുടെ 23 ജോഡി അവർക്കുള്ളൂ. പിന്നീട് ഇങ്ങോട്ട് വരും. എൻ്റെ കൊച്ചുമോൻ്റെ വരുന്നതന്നെ 11.5 ഉള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങനെ തലമുറ മാറിക്കഴിഞ്ഞ് ഒത്തിരി കഴിയുമ്പോൾ പിന്നെ ഒന്നും കാണത്തില്ല. പക്ഷേ 1200 വർഷം എൻ്റെ ക്രോമോസോമുകൾ ഈ ഭൂമിയിൽ നിൽക്കുമെന്നാണ് ശാസ്ത്രപഠനം. എൻ്റെ എല്ലാം ശാസ്ത്രീയമായൊരു കണ്ടെത്തലാണ്. ഞാൻ എൻ്റെ പ്രസംഗമൊന്നുമല്ല, സാന്ദർഭികമായിട്ട് ഞാൻ പറയുന്നത്. ഈ കുഞ്ഞുങ്ങൾ 15 വയസ്സ് വരെ മാതാപിതാക്കളോടൊത്തായിരുന്നു. അവരുടെ ആളത്വത്തിൻ്റെ രൂപീകരണത്തിൽ മാതാപിതാക്കളുടെ നിർണായക പങ്കിൻ്റെ മനോഹരമായിരിക്കുന്ന ഒരു ചിത്രം നിങ്ങളിവിടെ കാണുന്നില്ലേ? എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം. ഞാനും നിങ്ങളും കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നുണ്ട്. ധാർമ്മിക അടിത്തറയിൽ അവരെ വളർത്തിയെടുക്കാൻ കഴിയുമോ? മൂല്യബോധം അവർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുമോ? വാല്യൂ എന്നാണെന്ന് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുമോ? വാല്യൂ സിസ്റ്റം തകിടം മറിയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വാല്യൂ സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു പ്രത്യേകത എന്നാ? വാല്യൂ സിസ്റ്റത്തെ ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, ഒരിക്കലും പ്രസംഗത്തിൻ്റെ ഇടയിൽ. എന്താണ് ഇപ്പോഴത്തെ വാല്യൂ സിസ്റ്റം? എന്താ വാല്യൂ? എന്താണ് ഇന്ന് നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്നറിയാമോ? വാല്യുബിൾസ് ആർ മോർ വാല്യുബിൾ ദാൻ വാല്യൂസ്. വാല്യുബിൾസ് ആർ മോർ വാല്യുബിൾ ദാൻ വാല്യൂസ്. മൂല്യങ്ങളെക്കാൾ വിലപ്പെട്ടതാണ് വിലയേറിയത്. അതാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. വാല്യുബിൾസ് ആർ മോർ വാല്യുബിൾ ദാൻ വാല്യൂസ്. വാല്യൂസ് അപ്സൈഡ് ഡൗൺ ആയിപ്പോയി. എന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ ഉള്ളിൽ ചെലുത്തി കൊടുത്തത്, അവരുടെ ജീവിതത്തിന്റെ ബേസിക് ഫൗണ്ടേഷൻ അടിത്തറയിട്ട് കൊടുത്തത്, മക്കളെ കാണുന്നതെല്ലാം നശിച്ചു പോകുന്നതാണ്, ആർജിക്കുന്നതെല്ലാം നിങ്ങളെ വിട്ടുപോകുന്നതാ. പക്ഷേ നിങ്ങളായി നിലനിർത്താൻ കഴിയുന്ന ഒരു സ്വർഗമുണ്ടടാ മക്കളെ. നിങ്ങളായി നിർത്താൻ കഴിയുന്ന, എല്ലാം നഷ്ടപ്പെട്ടാലും, എല്ലാവരും നഷ്ടപ്പെട്ടാലും ഒരിക്കലും നിങ്ങളെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുമോ? അതാണ് പേരന്റിങ്ങിന്റെ റെസ്പോൺസിബിലിറ്റി. അത് മൂല്യബോധം കുഞ്ഞുങ്ങൾക്ക് വളർത്തിക്കൊടുക്കും. എൻ്റെ അമ്മ ഒറ്റ കൺവെൻഷനിൽ പ്രസംഗിച്ചിട്ടില്ല. എൻ്റെ അമ്മ ഒരു കൂട്ടായ്മ പ്രാർത്ഥിച്ചിട്ടുമില്ലെന്ന് എൻ്റെ വിചാരം. ഒരു കട്ടിയുള്ള കണ്ണാടിയുണ്ട്. അമ്മച്ചിട്ടായിരിക്കുന്ന ഒരു പഴയ വ്യവസ്ഥ. നിങ്ങൾ ചിലർ കണ്ടു കാണും. എൻ്റെ അമ്മ ഇവിടെ വന്ന് എൻ്റെ കൂടെ താമസിച്ചു.
ശരിക്കും വായിക്കാനൊന്നും അറിയത്തില്ല. ഇങ്ങനെ തപ്പി 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 ചിലപ്പോൾ ഇത് വായിക്കും. അപ്പോൾ ഞാൻ ചെന്ന് ചോദിക്കും, മാതാവേ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ ഞാൻ ചെന്ന് ചോദിക്കും. ഞാൻ മൂത്ത മോനാണ്, എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മയുടെ കുസൃതി കേൾക്കാൻ വേണ്ടി ഞാൻ പോയിക്കും, പോടാ എനിക്കിത്രയൊക്കെ മതി എന്ന് പറഞ്ഞ് അമ്മച്ചി മതി. പക്ഷേ മൂല്യങ്ങൾ എനിക്ക് കൈമാറി തന്നത് എൻ്റെ അമ്മയാണ്. ചാച്ചൻ നല്ലൊരു പ്രസംഗിക്കും, വേദോസം കാണാൻ പോയെന്ന് പറയാറില്ല. പക്ഷെ അമ്മയാണ് ദൈവരാജ്യ മൂല്യങ്ങളിലെ ചിലതൊക്കെ എനിക്ക് പറഞ്ഞു. ഈ പ്രത്യേകിച്ച് ധനത്തോടുള്ള മനോഭാവം, നമ്മളിതിൻ്റെ കാവൽക്കാരാണ്. ഇത് നമ്മുടേതായിട്ടല്ല, ഒന്നും ഇവിടെ ഇല്ല. അമ്മച്ചി മരിക്കുമ്പം 10 പൈസ കയ്യിലില്ല, 10 പൈസ കയ്യിലില്ല. മക്കളൊക്കെ വരുന്നുണ്ടെങ്കിൽ 10,000 കൊടുക്കും, അതൊന്നും കൈവെക്കത്തില്ല, ഒന്നും കൈവച്ചില്ല. അച്ചച്ചൻ മരിക്കുമ്പോൾ ഏതാണ്ട് കുറച്ച് നോട്ടുകൾ ഒരു ബാഗിനകത്ത് വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഒഴിവാക്കിയില്ല. മോളെന്നാണ് വിളിക്കുന്നത്. മോളെ എന്നാ. എൻ്റെ അനിയന്മാരും എൻ്റെ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സൊക്കെ അമേരിക്കയിലൊക്കെ ഉണ്ട്. ഞങ്ങളെ ഇഷ്ടമുള്ളവരൊക്കെ വരുമ്പോൾ നല്ല 10,000 കൊടുക്കും, അവനും കൈവച്ച്. പിന്നെ മക്കളെ, ആർക്കും ഒന്നും കടപ്പെട്ടരുത്, ആരുടെയും ഒന്നും ആഗ്രഹിക്കരുത്. ഒത്തിരി കാര്യങ്ങൾ അമ്മ പറയാൻ. ഒരിക്കൽ പോലും നമ്മെ സഹായിച്ചവരെ മറക്കരുത്. ഇത്തിരി ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ പറഞ്ഞു. പ്രതിഫലമല്ല മക്കളെ നോക്കേണ്ടത്. 15 വയസ്സുള്ള ഈ കുഞ്ഞുങ്ങൾ, ഈ 4 ബാലന്മാർ ആരോരുമല്ലാത്തൊരിടത്ത് നിൽക്കുമ്പോൾ അവരുടെ പേരൻസിന് നൽകിക്കൊടുത്ത മൂല്യബോധം അവരുടെ ഹൃദയത്തിൽ, അവരുടെ ലൈഫിൻ്റെ പാർട്ടായി തീർന്നു. അത് അങ്ങോട്ട് വിഭജിക്കപ്പെടാത്ത പാർട്ടായി തീർന്നു. അത് ഡൽഹിയിലും കൽക്കട്ടയിലും ബാംഗ്ലൂരിലും നമ്മുടെ മക്കളെ പഠിക്കാൻ വിടും. തിരിച്ചു വരുമ്പോൾ അവൻ എന്തൊക്കെ കോപ്രായം കാണിച്ചോണ്ടാ വരുന്നത്. ചില പിള്ളേർ വരുമ്പോൾ ഇവിടെ ഇതേലൊരെണ്ണം കാണും. ഇവിടെ ഒരുത്തോട് ചോദിച്ചു, നീ ആരാടാ? ഞാൻ ഇന്നാര് തന്നെയാണ്. എൻ്റെ ഒരു പെങ്ങടെ മോള് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ പഠിക്കാൻ പോയതാ. പോയിച്ചു വന്നപ്പം ഇവിടെ എല്ലാം ഏതാണ്ടൊക്കെ കുത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് ചോദിച്ചു, നീ എന്നെ കസിനാ, പാപ്പൻ്റെ മോനെ, എൻ്റെ അമ്മ മരിച്ചപ്പം വന്നാ. ഞാൻ ചെയ്തേടാ, ആ കൊച്ചേതാടാ? അയ്യോ, മക്കളെ കണ്ട അറിയത്തില്ല. എന്നിട്ട് സ്വോത്രം പറഞ്ഞ് നമ്മളതങ്ങ് എന്തോ പറയാനാ, അങ്ങനെയൊക്കെ അല്ലയോ ഇപ്പോൾ. നാടോടുമ്പോൾ നടുവേ ഓടിക്കോട്ടെന്നാ ശരിയാ. നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് വിളിച്ച് അച്ചായ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ധാരാളം മാതാക്കളുണ്ടെന്ന് അറിയാമോ? കോഹാബിറ്റേഷൻ അവർക്കിഷ്ടം, കല്യാണം വേണ്ട, അത്രേ ഞാൻ പറയുന്നുള്ളൂ. മൂല്യബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകാനായിട്ട് നമുക്ക് സാധ്യമായിട്ട്. നെബൂഖദ്നേസർ പറഞ്ഞു, നീ ആത്മാവുള്ളവനാണ്. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ലോകത്തിലെ ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായിരിക്കുന്ന ഭരണകർത്താവ് മറ്റൊരു മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ സാക്ഷിച്ചിട്ടുണ്ട്. പറഞ്ഞു, ആരാ പറഞ്ഞു? ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 38 വാക്യം. ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 38 വാക്യം. മതി. അനി ഒന്നുകൂടെ വായിച്ചേ. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? ആരാ? അന്നത്തെ ഏറ്റവും ശക്തനായ ഭരണകർത്താവാ. അദ്ദേഹം ആരാ? പരദേശി ഇല്ലേ? അടിമയായി വിൽക്കപ്പെട്ടവൻ, അടിമയായിട്ടവിടെ പോയവൻ, പൊത്തിഫറിന്റെ വീട്ടിൽ നിന്ന് കുണ്ടറയിൽ പോയവൻ, അവിടെ നിന്ന് കയറി വന്നതാ. ഇതൊക്കെ യോസേഫിൻ്റെ ചരിത്രം പഠിക്കാൻ നല്ല രസമാണ്. എന്ത് രസം! പ്രോഗ്രസീവ് ഗ്രോത്താണ്. ഒരു ദൈവത്തിൻ്റെ പ്രോഗ്രസീവ് ഗ്രോത്ത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവ് അദ്ദേഹത്തിന് ലഭിച്ചതിനാൽ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം
ദർശനങ്ങളുടെ വ്യാഖ്യാനമൊക്കെ പറയാനായിട്ട് സാധിക്കും. ഈ ആത്മനിറവ് ഒരു ദൈവപൈതലിന് കൂടിയേ തീരും. ആത്മാവിൻ്റെ നിറവും ആത്മാവിൻ്റെ അഭിഷേകവും ഒരു ഭക്തന്റെ ജീവിതത്തിലെ അനിവാര്യമായിരിക്കുന്ന ഒരു ഘടകമാണ്. ദൈവപൈതലിനെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നത് ആത്മനിറവാണ്, ആത്മനിയോഗമാണ്, ആത്മ അഭിഷേകമാണ്. ഇനിയും ഒരു കാര്യം കൂടെ, കർത്താവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ലേ നമ്മൾ. അന്ന് നമ്മളെ തിരിച്ചറിയണമെങ്കിൽ ഉള്ള മുദ്ര കൂടിയാണ് ആത്മാവ്. അതിനൊരു വാക്യം പറയാം. എഫേസ് ലേഖനം 40-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. ഞാൻ പഴയ പുതിയ നിയമങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നത് പുതിയ നിയമസഭയിൽ നമ്മൾ സാധാരണക്കാരാണ്, അതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് പരിശോധിച്ച് പോകാൻ വേണ്ടിയാണ്, കൂടുതൽ ഗ്രഹിക്കാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു പൗലോസിൻ്റെ കണ്ടെത്തലാണ് എഫേസ്യ സഭയോട് പറയുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്ന, യു ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഫോർ ദ ഡേ ഓഫ് റിഡംപ്ഷൻ. വീണ്ടെടുപ്പിന്റെ നാളിൽ, ഓൺ ദാറ്റ് ഡേ, വീണ്ടെടുപ്പിന്റെ നാളുണ്ട്. അതെ, പാപത്തിന്റെ സമ്പൂർണമായിരിക്കുന്ന അടിമത്വത്തിൽ നിന്നുള്ളൊരു വീണ്ടെടുപ്പുണ്ട് പ്രിയന്റെ മടങ്ങി വരുമെങ്കിൽ. ഫ്രീഡം ഫ്രം ദി പ്രസൻസ് ഓഫ് സിൻ, അതിന്റെ ലക്ഷണമാണ് യു ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പ്രിയപ്പെട്ടവരെ, ഉണ്ടോ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊക്കെയുള്ള പഠനം? വേറെ നമ്മൾ ഒത്തിരി പഠിക്കാനുള്ളതാണ്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അതൊരു പഠന വിഷയമാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. ഈ ഞെട്ടിത്തെറിച്ച് തുള്ളിച്ചാടി എന്തെങ്കിലുമൊക്കെ ചേഷ്ട കാണിക്കുന്നൊന്നുമല്ല ആത്മാവെന്ന് പറയും. പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്നത് അവനെന്നാണ്. എന്ന് പറഞ്ഞാൽ ഹീസ് എ പേഴ്സൺ. ആസ് ഹീ ഈസ് എ പേഴ്സൺ, ബിക്കോസ് ഹീ ഈസ് എ പേഴ്സൺ, ഹീ ഹാസ് പവർ. ആൻഡ് ഹീ ഈസ് പവർ, ഹീ ഹാസ് പവർ. ശക്തിയുണ്ട്. ഈ ആളത്വത്തിന് അന്യമായൊരു ശക്തിയാണ് നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നത്. അങ്ങനെയല്ല, അത് ആളത്വത്തോട് കൂടിയ ആളത്വത്തിൻ്റെ ഫങ്ഷനാണ് ഈ ശക്തി എന്ന് പറയുന്നത്. ആളത്വത്തിൻ്റെ ഫങ്ഷൻ. ന്യൂമറ്റോളജി ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. എക്ലസിയോളജി, സഭാശാസ്ത്രം, ഇതൊക്കെ എവിടെയാണ്? സഭ എന്ന പദം ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളായ വിശ്വാസം, വിശുദ്ധി, വേർപാട്, വിശ്വസ്തത, ദർശനം, ആരാധന, ഇതൊരു ഭക്തന്റെ ജീവിതത്തിൽ എക്കാലവും ഉണ്ടെന്ന് ശക്തമായി പഠിപ്പിക്കുന്നു ഇതിനകത്ത്, ഈ പുസ്തകത്തിനകത്ത്. അതായത് അതാണ് സഭയുടെ ശാസ്ത്രം. സഭാശാസ്ത്രം അതാണ്. ആരാധന, വിശുദ്ധി, വേർപാട്. ഈ വേർപാടിനെ കുറിച്ചുള്ള ഉപദേശം ശക്തമാണ്. ഈ ദൈവം എവിടെയുണ്ടോ അവിടെ വേർപാടില്ല. ദൈവത്തെ വിശേഷിപ്പിക്കുന്നിടത്തെല്ലാം, ദൈവത്തോട് അടുത്ത കാര്യങ്ങൾ പരാമർശിക്കുന്നിടത്തെല്ലാം ഈ വിശുദ്ധിയും വേർപാടും അവിഭാജ്യ ഘടകമാണ്. വേർപാട് വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായിരിക്കുന്ന ടോപ്പിയ. ഹഗിയോസ് എന്ന പദം ഉപയോഗിച്ചാണ് അത് ഗ്രീക്കിൽ വിശേഷിപ്പിച്ചിരുന്നത്. വേർപാട്, ടു ബി ഡിഫറെന്റ്, വ്യത്യസ്തമായി. വി ആർ കോൾഡ് ടു ബി ഡിഫറെന്റ്. ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട നമ്മൾ, വി ആർ കോൾഡ് ടു ബി ഡിഫറെന്റ്. അവർ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ഡിഫറെന്റ്. അവർ പെർസ്പെക്റ്റീവ്, ഇറ്റ് ഈസ് ഡിഫറെന്റ്. അവർ വേ ഓഫ് തിങ്കിങ് ഈസ് ഡിഫറെന്റ്. ടോട്ടലി ഡിഫറെന്റ്. അതായിരുന്നു ഈ 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർക്കുണ്ടായിരുന്നു. അവരെ കല്ലെറിയാനുള്ള കാരണം അത് തന്നെയാണ്. വ്യത്യസ്തരായി ജീവിക്കുക. വൈവിധ്യങ്ങളുടെ നടുവിൽ വ്യത്യസ്തത പുലർത്താൻ സാധിക്കുന്നതാണ് വേർപാട്. അതിൽ അവിടെ നമുക്ക് വ്യത്യസ്തരായി ജീവിക്കാൻ സാധിക്കും. 4 പേർക്ക് സാധിച്ചു അല്ലേ? ഒത്തിരി ചലഞ്ചസിൻ്റെ നടുവിലാണ് ജീവിക്കുന്നത്. ബട്ട് വി ആർ ഹിയർ ടു ബി ഡിഫറെന്റ്. We are here to be different. We are representing you. Our lifestyle is different from other people. എല്ലാവരും ചെയ്യുന്നത് ഞങ്ങൾക്ക് ചെയ്യാൻ അവകാശമില്ല. എല്ലാവരും ആരാധിക്കുന്നത് പോലെ ആരാധിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. എല്ലാവരും കഴിക്കുന്നത് ചെയ്യാൻ നമുക്കൊരിക്കലും സാധിക്കത്തില്ല. ഞങ്ങൾ പാടുന്നത് പാട്ടുണ്ട്. Great change since I was born,
Great change since I was born. Great change since I was born. That's a great change since I was born. The place I used to go, I go there no more. The place I used to go, I go there no more. The place I used to go, I go there no more. That's a great change since I was born. The books I used to read, I read them no more. The books I used to read, I read them no more. The books I used to read, I read them no more. That's a great change since I was born. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, പിന്നെ ഒത്തിരി കാറ്റഗറീസ് ഞങ്ങൾ പാടും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇൻ്റർനാഷണൽ ആളുകളുണ്ട്, എല്ലാ രാജ്യങ്ങളിൽ നിന്നും ആളുകളുണ്ട്. അവരെല്ലാം കൂടി ഞങ്ങൾ ഒരുമിച്ച് പാടും, കൈ കോർത്ത് പിടിച്ചെന്ന് പാടും. യീശു മണ്ഡലി മേ ബായിയോ ഹം സബ് ഏക് ഹൈ. എല്ലാവരും കൂടെ ചേർന്നാണ് പാടുന്നത്. നമ്മളെല്ലാം ഒന്നാണ് ക്രിസ്തുവിൽ. വലിയവനില്ല, ചെറിയവനില്ല, കറുത്തവനില്ല, വെളുത്തവനില്ല, നമ്മളെല്ലാം ഒന്നാണ്. എന്തോ ഒരു ശക്തമായ കാഴ്ചപ്പാടാണ്. എക്ലിസിയോളജി, സഭാശാസ്ത്രം, പ്രാർത്ഥന വളരെ ശക്തിയുള്ളൊരായുധമാണെന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭക്തനൊഴിച്ചുകൂടാൻ പറ്റാത്തതായിരിക്കുന്ന ഒന്നാണ് പ്രാർത്ഥന. സഭയുടെ ശക്തമായ ഇതല്ലേ പ്രാർത്ഥന? ആണോ? ഒരിക്കലേ ഒരു ഉപദേശിയെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. അപ്പോൾ സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ആരെക്കുറിച്ചാണ്? പത്രോസിനെ. എവിടാ പ്രാർത്ഥനയ്ക്ക് കൂടിയത്? വീട്ടിൽ. അവരുടെ പേരെന്നാ? മറിയയുടെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പുള്ളി അവിടെ വന്ന് വാതിൽക്ക് മുട്ടി, അല്ലേ? ബാല്യക്കാർ വന്ന് വാതിൽ തുറന്നു. കൊച്ചമ്മയോട് എന്ന് വിവരം പറഞ്ഞു. അപ്പോൾ കൊച്ചമ്മ എന്നാ പറഞ്ഞു? ഇതങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന എന്നാണ് ഇപ്പം വിടുവിക്കണം, അങ്ങനെ വിടുവിക്കണം, അങ്ങ് കത്തിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മുടെ ആനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നേച്ച് പറയുക, അച്ചോ വേണ്ട, പ്രാർത്ഥിച്ച വിഷയം വാതിൽക്ക് നിൽക്കുന്നു. എൻ്റെ സാറേ, ഈ ആനിക്ക് കുഴപ്പമൊന്നും ഇന്നലെ വരെ ഇല്ലായിരുന്നില്ല, ഇന്നെന്നാ പറ്റി? പ്രാർത്ഥനയും വിശ്വാസവും കൂടെ ഒരുമിച്ച് ചേരണം. നമ്മളെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത് വിശ്വാസമായിരിക്കണം, ഫെയ്ത്ത് ആയിരിക്കണം. ഈ എൻ്റെ ആത്മീയ ശുശ്രൂഷയിലൂടെ എത്ര പേർക്ക് സൗഖ്യം കിട്ടുന്നുണ്ട് പ്രാർത്ഥിച്ചു. സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത് ആരും വരില്ല. ഇവിടെ വന്ന ശേഷം പലർക്കും അതുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, അവരും പറയത്തില്ല, പറയാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് തെളിയിച്ച പുസ്തകമാണിത്. സഭാശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ് പ്രാർത്ഥന. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഈശോ മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയുടെ കൂടെ ദീർഘ ദിവസങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. മാർത്തോമാ സഭയുടെ മിഷനറി സ്കൂൾ എന്ന് പറയുന്ന പ്രസ്ഥാനം ആരംഭിച്ചത് തിരുമനസ്സുണ്ട്. അന്ന് അദ്ദേഹം കുന്നംകുളം, ഞാൻ ഗുരുവായൂർ മിഷൻ ഫീൽഡ്, ഞങ്ങൾ ഒരുമിച്ചൊരു ടീമാണ് ഇതിൽ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എന്നോട് പറയും, ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ പാടും. ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ്, ഉലകിലെന്നരികിലായി പ്രിയമായ പലതുണ്ട്, അവരെല്ലാം പ്രിയനായ പ്രിയനുമുണ്ട്, എങ്കിലോ കാൽവറി സ്നേഹത്തിൻ മുൻപിലായി മാഞ്ഞുപോയി ഇവയെല്ലാം മഞ്ഞുപോലെ, നിത്യമാം സ്നേഹത്തിൻ ആഴവും നീളവും എന്നുള്ള പാട്ട് അന്ന് എനിക്കറിയാതെ മറന്നുപോയി. അത് കൂടെ പാടി. ഒരു പാട്ട്, ഒരു കോറസ് ഒരു സ്കൂളിൽ ചെന്നാൽ പാടും. ഞങ്ങളിവിടെ എല്ലാ സ്കൂളിലും വന്നിട്ടുണ്ട്. തിരുമേനിയുടെ കൂടെ മിഷൻ്റെ സ്കൂൾ ആരംഭിച്ചാണ്. അദ്ദേഹം അടൂർ അരമനയിലിരിക്കുമ്പോൾ ഞാൻ അടൂർ മിഷൻ ഫീൽഡിൽ പ്രവർത്തിക്കാം. ആഴ്ച ഒരിക്കലേ കാണണം നിർബന്ധമാണ്. അവിടെ ചെല്ലുമ്പോൾ 12 മണിക്ക് പ്രാർത്ഥനാ സമയമാണ്. തിരുമനസ്സുണ്ട് അവിടെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കും. താഴെ ഒരു കുഷനിട്ട് താഴെ ഇരിക്കും. താഴെ ഇരുന്ന് കൈ പിടിച്ച്, കൈ മുത്തിയിട്ടുണ്ട് പക്ഷെ പിടിക്കത്തില്ല. പിന്നെ ചിലരിപ്പം ക്ഷയിക്കാണ്ട് തരും, ഒത്തിരി സ്നേഹമുള്ള ഇങ്ങനെ ക്ഷയിക്കാനൊക്കെ തുമ്പാച്ചാന്ന് വിളിച്ച് ക്ഷയിക്കാൻ മുത്ത് കഴിഞ്ഞേച്ച് കൈ പിടിച്ച് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. എന്തോ വില വന്നില്ല. ആത്മാവിൽ അദ്ദേഹം നൃത്തം ചെയ്യും അവിടെ ഇരുന്നുണ്ട്. അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുട്ടയിൽ തകർന്നു, മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു. അബ്രഹാം മാർത്തോമാ തിരുമേനിയെക്കുറിച്ച് എൻ്റെ അപ്പൻ്റെ വല്യപ്പച്ചൻ ആലഞ്ചേരിയിൽ ഗീവർഗീസ് സ്വദേശി
സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ആദ്യകാലങ്ങളിൽ സംഘത്തോടൊത്തുണ്ടായിരുന്ന മനുഷ്യൻ. കല്ലിശ്ശേരിക്കടവിൽ മാളികയിൽ പ്രാർത്ഥിച്ച് 14 പേരിൽ ഒരുവൻ, 12 പേരുടെ പേരേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മോനെ ആമലൂർ അവനയിൽ ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞല്ല, എൻ്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്. മുട്ടയിൽ തഴമ്പുണ്ട്. അതാണ് സഭയുടെ കരുത്ത്. അതായിരുന്നു സഭയുടെ കരുത്ത്. ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവരുടെ കാലത്ത്. പക്ഷേ ശക്തി ആർജിച്ചതായ സമയം, പ്രാർത്ഥിക്കുമ്പോഴുള്ള ശക്തി, പ്രാർത്ഥിക്കുമ്പോഴുള്ള ബലം, പ്രസംഗിക്കുമ്പോഴുള്ള ശക്തി. എക്ലിസിയോളജി, ഭക്തൻ്റെ ജീവിതത്തിലെ ഔട്ട്മാറ്റിക് ഘടകം പ്രാർത്ഥനയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പുസ്തകം. 6 എസ്കറ്റോളജി, ഭാവികാല ശാസ്ത്രം. ഇതിനകത്തുണ്ടോ? യെസ്, ഉണ്ടോ? യെസ്. ഭാവി കാലങ്ങളിൽ ഭവിപ്പാനിരിക്കുന്നത് ഈ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. രാജ്യത്വം സ്വർഗത്തിലെ ദൈവത്തിന് ഏറ്റെടുത്തിരിക്കുന്നു. സകല രാജ്യത്വവും അവസാനിക്കുമ്പോൾ പിതാവായ ദൈവം രാജ്യത്വം ഏറ്റെടുക്കും. ഞാൻ റെഫറൻസ് പറഞ്ഞതാണ്, ആരോർക്കുന്നു? 2-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം. കൈതൊടാതെ കല്ല് പറഞ്ഞു വരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. 2-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം. ഒരു നാളിലും സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുകയും പരിശോധിക്കുകയും ചെയ്യുമ്പോൾ ഇതേ ആശയം, ഇത് രണ്ടും കൂടെ ചേർത്ത് പഠിക്കേണ്ടതാണ്. വെളിപ്പാട് പുസ്തകവും ദാനിയേൽ പ്രവചനം ഒരുമിച്ച് പഠിക്കേണ്ട. രണ്ടുപേരുടെയും ക്വാളിറ്റി ഒത്തിരി ഉണ്ട്. അത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോഴെങ്കിലും തീരത്തില്ല. അതുകൊണ്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെടുത്താത്തത്. പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകം, പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകം തന്നെ. രണ്ടുപേരും വയോവൃദ്ധന്മാരാണ്, 90-ലധികം വയസ്സ് പ്രായമുള്ളവരാണ്. ഏറ്റവും പ്രിയ പുരുഷനാണ് ദാനിയേൽ. യേശു സ്നേഹിച്ച ശിഷ്യനാണ് യോഹന്നാൻ. അങ്ങനെ ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട് അവർ തമ്മിൽ. ആ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തിന് ഒത്തിരി സാമ്യമുണ്ട്. രാജ്യം പിതാവായ ദൈവത്തെ ഭരമേൽപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിച്ച് നിത്യരാജാവായി പിതൃപുത്ര പരിശുദ്ധാത്മാവ് വാണരുളുന്നൊരു സുന്ദരമായ ഒരു ഭാവി ദർശനം വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. അത് നമുക്കിവിടെയും കണ്ടെത്താൻ സാധിക്കും. ഭാവികാല ശാസ്ത്രം, എസ്കറ്റോളജി. അപ്പോൾ പുതിയ നിയമത്തിലെ ഒത്തിരി ചിന്താശകലങ്ങൾ കൺസീൽ ചെയ്ത് വെച്ചിരിക്കുന്ന പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. പണ്ടൊരിക്കലും ഒരു പ്രസംഗത്തിൽ ഞാനൊരു പഴയ പുതിയ നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു നിർവചനം പറഞ്ഞാൽ ഓർക്കുന്നു. പഴയ നിയമവും പുതിയ നിയമവും. The New Testament is concealed in the Old Testament and the Old Testament is revealed in the New Testament. The New Testament is concealed in the Old Testament and the Old Testament is revealed in the New Testament. പഴയ നിയമം പുതിയ നിയമം പഴയ നിയമത്തിൽ പാക്ക് ചെയ്ത് സംക്ഷേപിച്ച് വെച്ചിരിക്കുമ്പോൾ പഴയ നിയമം പുതിയ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൻ്റെ ചിന്തകൾ, പഴയ നിയമത്തിൻ്റെ ഉപദേശങ്ങളുടെ ശരിയായിരിക്കുന്ന വ്യാഖ്യാനം വർത്തമാന കാലഘട്ടത്തിൽ തിരുസഭയിൽ ഇപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്, നിറവേറാനിരിക്കുകയാണ്. പ്രവചന ഭാഷയിൽ യോഹന്നാൻ അത് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് ഈ പുസ്തകത്തിലെ ദൈവശാസ്ത്രത്തിൻ്റെ ചിന്തകളെക്കുറിച്ച് ആയിരുന്നു പറയാനായിട്ട് നമ്മൾ ശ്രമിച്ചത്. ഇനിയും നമ്മൾ വായിച്ച 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കുകയാണ്. യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്നതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെയും ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങൾ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ സിനാർ ദേശത്ത് തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. ആ പാത്രങ്ങൾ
പത്രങ്ങളെ അവൻ തൻ്റെ ദേവന്മാരുടെ കൊണ്ടാകത്ത് വെച്ചു. അനന്തൻ രാജാവ് തൻ്റെ ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പേനാസിനോട്, ഇസ്രായേൽ മക്കളിൽ രാജസമിതികളിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു. ഒന്ന് അത്രയും ഭാഗം ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ 4 ബാലന്മാരെ BC 605 നെബൂഖദ്നേസർ യെരൂശലേം ആക്രമിച്ചപ്പോൾ ആദ്യമായി കൊണ്ടുവന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. 3 പ്രാവശ്യമായിട്ടാണ് യെരൂശലേം ആക്രമിക്കുന്നത്. നേരത്തെ അതൊക്കെ പരാമർശിച്ചതാണ്. അതിലാദ്യം കൊണ്ടുവന്ന ആളുകളാണ്. എന്നിട്ട് രാജാവ് പറയുകയാണ്, കൽദയരുടെ വിദ്യയും ഭാഷയും ഒക്കെ പഠിപ്പിക്കാനായിട്ട് അവരെ നിയോഗിക്കുകയാണ്. എന്നിട്ട് ഇവരുടെ ക്വാളിറ്റി, അവരുടെ ആ എക്സ്റ്റേണൽ അവരുടെ ക്വാളിറ്റിയെക്കുറിച്ച്, അവരുടെ ആഹാരത്തെക്കുറിച്ച്, അവരുടെ ഉണ്ടല്ലോ അവരെ തിരിച്ചറിയുമ്പോൾ അവരെ തിരിച്ചറിയാൻ, മറ്റുള്ളവരിൽ തിരിച്ചറിയാൻ ഡിസ്റ്റിങ്വിഷ്ഡ് ആണെന്ന് പറയത്തക്ക തരത്തിലുള്ള അവരുടെ ചില ക്വാളിറ്റീസ് ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. എങ്ങനെയുള്ള ആളുകളെയാണ്, എങ്ങനെയുള്ളവരായിരുന്നു ഈ ദാനിയേലും കൂട്ടരും? അത് ഇന്ന തരത്തിലുള്ളവരായിരിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു. ആ ക്വാളിറ്റി ഉണ്ടായിട്ടാണല്ലോ ഇവരെ തിരഞ്ഞെടുത്തത്, അല്ലേ? എങ്ങനെയുള്ളവരായിരിക്കണം അത് വായിച്ചിട്ട് പറയാം. ആരൊക്കെ ആയിരിക്കണം? 1, അംഗഭംഗമില്ലാത്തവരായിരിക്കണം, മുടന്തനും കണ്ണുപൊട്ടനൊന്നും ആയിരിക്കരുത്. പിന്നെ സുന്ദരന്മാരായിരിക്കണം. പിന്നെ സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും നിയമിച്ചു. എന്നിട്ട് പിന്നീട് വരുന്ന ഭാഗം അവർക്ക് ഭക്ഷണമൊക്കെ പ്രത്യേകം ഏർപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ ഈ ബാലന്മാരെ കൊണ്ടുവന്നിട്ട് ഇമ്മീഡിയറ്റായിട്ട് അവരെക്കുറിച്ച് ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ച എന്താണ്? കൽദയരുടെ വിദ്യയും കൽദയരുടെ ഭാഷയും പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എന്തിനായി ഭാഷ പഠിക്കുന്നത്? കമ്മ്യൂണിക്കേഷന് വേണ്ടി, അല്ലേ? ഭാഷയുടെ പ്രത്യേകത, ഭാഷ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഭാഷ പഠിക്കുമ്പോൾ ആ ദേശത്തിൻ്റെ ചില പ്രത്യേക സിറ്റുവേഷൻസ് ഉണ്ട്, ചില സംസ്കാരം, ആ സംസ്കാരവുമായി ഇഴുകിയതാണ് ഭാഷ. തമിഴ് ഭാഷ പഠിക്കുമ്പോൾ തമിഴിയൻസിൻ്റെ ചില സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തോട് ബന്ധപ്പെട്ടാണ്. മലയാളം പഠിക്കുമ്പം മലയാളികളുടെ സംസ്കാരവുമായി കേരളത്തിൻ്റെ സംസ്കാരവുമായി ഇഴുകിയാണ് ഓരോ പദങ്ങളുടെ പ്രയോഗങ്ങളും ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അത് സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഭാഷ പഠിക്കുന്നതിലൂടെ സംസ്കാരം അവർക്ക് കൊടുക്കുന്നതിന് പിൻപിലുള്ളത് എന്താണ്? അവർ പരിശീലിച്ച് വെച്ചിരിക്കുന്ന സംസ്കാരത്തെ മറക്കണം. നാച്ചുറലൈസേഷന്റെ ഭാഗം, അവരെ നാച്ചുറലൈസേഷൻ എൻ്റെ ഭാഗമാക്കി തീർക്കുകയാണ്. അവരുടെ കൾച്ചറും കസ്റ്റമും എല്ലാം മറക്കാൻ അവരെ ഫോഴ്സ് ചെയ്യുക. ഇനിയുള്ള കാലം നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ ഇന്നലെ വരെയുള്ളത് മറക്കണം. ഇത് മറക്കണമെന്ന് പറഞ്ഞിട്ടില്ല, മറക്കാൻ പ്രേരിപ്പിക്കുക. 15 വയസ്സേ ഉള്ളൂ. അത് കഴിഞ്ഞ് 75 കൊല്ലം അദ്ദേഹം അവിടെ താമസിക്കുക. ആരാ? ദാനിയേൽ. അപ്പോൾ രാജാവ് ആഗ്രഹിക്കുന്നതെന്നറിയാമോ? രാജാവ് അവരുടെ പാസ്റ്റിനെ, അവരുടെ പഴയ കാലത്തെ സംസ്കാരവും അവരുടെ ആത്മീയതയും എല്ലാം മറക്കത്തക്ക സംവിധാനത്തിലേക്ക് നയിക്കുകയാണ് അവരെ. മനസ്സിലായ പറഞ്ഞേ? ഭാഷ പഠിക്കണം. പിന്നെ കൽദയരുടെ വിദ്യ എന്ന് പറഞ്ഞാൽ അസ്ട്രോളജി ഒക്കെ അവർക്ക് ഒത്തിരി അറിയാവുന്ന, മന്ത്രവാദം, ആ കാലഘട്ടത്തിലെ
മന്ത്രവാദം, അസ്ട്രോളജി, നക്ഷത്രശാസ്ത്രം, പിന്നെ ഈ ബിൽഡിങ്ങിനെ കുറിച്ചുള്ള ശാസ്ത്രം, തച്ചുശാസ്ത്രം, ഇതെല്ലാം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സംസ്കാരമാണ് കൽദയ സംസ്കാരം. ആ കൽദയ സംസ്കാരം ആരിലേക്ക് കൊണ്ടുവരികയാണ്? നമ്മുടെ ആളുകളെ അമേരിക്കയിൽ. നമ്മുടെ പറഞ്ഞാൽ മനസ്സിലായല്ലോ, എൻ്റെ കൂടെ ചേർത്ത ഒരു തലമുറ ഒന്നും വേണ്ട, ഒരു 10-25 കൊല്ലം അവിടെ നമ്മുടെ അമ്മാമ്മ പോയി താമസിച്ചാൽ മതി. തിരിച്ചു വരുമ്പം കളറൊക്കെ അങ്ങ് മാവും, പിന്നെ ഭാഷയെല്ലാം വേറെ. ഒരാൾ പണ്ട് ഇങ്ങനെ സംസാരിച്ചു വന്ന കൂട്ടത്തിലെ നല്ല 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 ജോലിയൊക്കെ അവർക്ക് നല്ല പേയാ, അവനും നല്ല പേയാ. പിടികിട്ടിയില്ലേ? ചുരുക്കി പറഞ്ഞാൽ 10 കൊല്ലം അവിടെ ഇരുന്നപ്പോൾ അമ്മാമ്മയ്ക്കും പേ പിടിച്ചു. നല്ല കാശിഷ്ടം പോലെ കിട്ടുമെന്ന് അവിടുത്തെ ഒരു ഫ്രൈസാണ് പേയ്മെൻ്റ് എന്നൊക്കെ പറയുന്നതിന് കൊടുക്കുന്ന ഒരു ഫ്രൈസാണ് പേയാ, നല്ല പേയാ. ഇപ്പം മുതുപേയായി തീർന്നിരിക്കുകയാണ്. ഇനിയും എൻ്റെ മകൻ്റെ മക്കൾ അവിടെ ജനിച്ചു വളർന്ന പിള്ളേർ മലയാളം ആ പാടെ സംസാരിക്കുന്ന അപ്പച്ചനെ വിളിക്കും, ഹായ് അപ്പച്ച, ഹായ്, തീർന്നു, അവിടെ തീർന്നു, ഇത്രേ ഉള്ളൂ. അപ്പോൾ മറക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് സംസ്കാരം എന്ന് പറയാൻ വേണ്ടിയാ. മറക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് സംസ്കാരം. ആ സംസ്കാരമാണ് ഇവർക്ക് കൊടുക്കാനായിട്ട് ആര് തീരുമാനിച്ചത്? ബുദ്ധിമാനായിരിക്കുന്ന നെബൂഖദ്നേസർ തീരുമാനിച്ചത്. ഇവരെ ഭാഷ പഠിപ്പിക്കണം, അപ്പോൾ സംസ്കാരവും കേട്ടും. ആ സംസ്കാരം മറ്റേ സംസ്കാരന്മാർക്കും അവർ ഈ സംസ്കാരം അഡാപ്റ്റ് ചെയ്തോളും. ഇതിനകത്തായിത്തീരും. നാച്ചുറലൈസേഷന്റെ ഭാഗമായി അവരെ ഈ ദേശവാസികളാക്കി തീർക്കാൻ, തദ്ദേശീയരാക്കി തീർക്കാനുള്ള പരിശ്രമമാണ്. പക്ഷേ ഈ ബാലന്മാർ, ഈ 4 ബാലന്മാർ അവരെ സംസ്കാരം മാറ്റാൻ നോക്കി, പേര് മാറ്റാൻ നോക്കി, പേര് മാറ്റി, ഭാഷ മാറ്റി, വിദ്യ പഠിപ്പിച്ചു. പക്ഷേ അവരുടെ ഉള്ളിൽ ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തിയ ഒരു ധാർമ്മിക പ്രമാണമുണ്ടായിരുന്നു. ആ ധാർമ്മിക പ്രമാണത്തെ തിരുത്തി കുറിക്കുവാൻ രാജാവിൻ്റെ കൽപ്പനയ്ക്കും രാജാവിൻ്റെ ഡിസിപ്ലിനും രാജാവിൻ്റെ ഭാഷയ്ക്കും സാധ്യമായില്ല. അങ്ങനെയാവണം കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കേണ്ടത്. ചെന്നു ചേരുന്നിടത്ത് വെച്ച് നീട്ടുന്നതെല്ലാം വിവേചനം കൂടാതെ പുൽകുന്നതല്ല സംസ്കാരം, പുൽകുന്നതല്ല ആത്മീയത, പുൽകുന്നതല്ല പേഴ്സണാലിറ്റി. ഞാനൊരു ഇസ്രായേലിനാണ്, ഞാനൊരു മാർത്തോമാക്കാരനാണ്. ഈ ബോധ്യം ഉണ്ടാകും. എൻ്റെ മൂത്ത മോനെ ഇവിടെ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. ഈ തമിഴ്നാട് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കരുമത്താമ്പട്ടിയിലുള്ള കോളേജിലാണ് പഠിച്ചത്. അവന് അവിടെ ഈ പുതിയ വർഷിപ്പുകാർ ഗ്രൂപ്പുണ്ട്, സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ അവനെ കൂടെ വിളിച്ചു. പുതിയ വർഷിപ്പ് ഗ്രൂപ്പിനകത്ത് അറിയാമല്ലോ നിങ്ങൾ, പുതിയ ആട്ടും പാട്ടും അതെല്ലാം കൂടെ ഉള്ള ഗ്രൂപ്പുകാർ. ഞാൻ പറഞ്ഞു, നോ, വെള്ളിയാഴ്ച ദിവസം 1 മണിക്കൂർ സമയം നമ്മുടെ ചില CSIയിലുള്ള എപ്പിസ്കോപ്പൽ സഭയിൽപ്പെട്ട ചില പിള്ളേരും എല്ലാം കൂടെ ചേർന്ന് ചില മരത്തിൻ്റെ കീഴിൽ പോയിരുന്ന്, ഇതവൻ പറഞ്ഞതല്ല, അവൻ്റെ കൂടെ പഠിച്ച സ്റ്റുഡൻസും പോയിരുന്ന് ചെറുതായിട്ട്, അവനങ്ങനെ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല, പക്ഷെ എന്നെക്കാട്ടി നല്ല മനുഷ്യനാണ്. ഞാൻ അവിടെ നിന്ന് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം അറിയാവുന്ന പോലെ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. മാറ്റാൻ പറ്റിയില്ല, നോക്കിയാൽ പറ്റത്തില്ല. ഇപ്പോഴും അവിടെ ചെല്ലുമ്പോഴും ഈ പ്രഷറുണ്ട്, കൂട്ടുകാരുടെ പ്രഷറുണ്ട്. പുതിയ ആരാധന ഉണ്ടല്ലോ, ആരാധന ഗ്രൂപ്പുകൾ, അവിടേക്ക് ഇല്ല. ഞാൻ ആരാണെന്ന് എനിക്ക് ബോധ്യം. ഒരു മാർത്തോമാക്കാരനായി കുഞ്ഞുങ്ങളെ വളർത്തണം. ഒരു മാർത്തോമാ വിശ്വാസയെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അന്ധമായ മാർത്തോമാ എന്നുള്ള ചിന്തയല്ല പറയുന്നത്. മാർത്തോമാ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് ബിബ്ലിക്കലാണ്. അത് വേദപുസ്തക അടിസ്ഥാനത്തിലാണ്. എന്തിന് ക്രിസ്ത്യ കീർത്തനങ്ങളിലുള്ള പാട്ട് പോലും ബിബ്ലിക്കൽ ഡോക്ട്രിൻ അധിഷ്ഠിതമാണ്.
അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ബാധ്യസ്ഥരാണ് മാതാപിതാക്കൾ. അത് പഠിപ്പിച്ചിട്ടേ വിടാവൂ. 15 വയസ്സിനുള്ളിൽ ഈ കുഞ്ഞുങ്ങളെ പാകപ്പെടുത്തി അയപ്പിച്ച് വിടാൻ കഴിഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെ പാകപ്പെടുത്തി വിടാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയുമോ? വലിയ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. ഇല്ലെങ്കിൽ അടുത്ത ഭാവി വിലപിക്കേണ്ടതായിട്ട് വരും. ഇന്ന് പല പിള്ളേരും പോകുന്നില്ല. എവിടെയാ? പുതിയ വർഷിപ്പിന്. ഞായറാഴ്ച അവനിവിടെ കാണത്തില്ല. പുതിയ വർഷിപ്പിനുണ്ട്. എന്താ കാര്യം? ഈ വിശ്വാസ പ്രമാണം എന്താണെന്ന് പഠിപ്പിക്കാനായിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു, മറന്നു പോകുന്നു എന്നുള്ളതാണ്. ഞാൻ ഇതിൻ്റെ പഠനത്തോട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ആഴ്ച നിങ്ങൾ വരുമ്പോൾ ഈ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, ആ 1-ാം അധ്യായത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രം പല പ്രാവശ്യം വായിച്ചു പോരുകയും നിങ്ങളുണ്ടാകുന്ന സംശയങ്ങൾ കുറിച്ച് വെച്ച് ചോദിക്കത്തക്ക തരത്തിൽ പോരുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട 3 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാന പഠനത്തിൻ്റെ മിക്കവാറും വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യും. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ നമ്മളിത് തുടങ്ങുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവരെ കൽദയരുടെ ഭാഷയും സംസ്കാരവും വിദ്യയും എല്ലാം പഠിപ്പിക്കാനായിട്ട് നിയോഗിച്ചു. എന്തിനു വേണ്ടി? അവരുടെ ഇന്നലകളുടെ ആത്മീയ സംസ്കാരം മറക്കാൻ വേണ്ടി. മറക്കാൻ മാത്രമല്ല, പുതിയ സംസ്കാരം സ്വീകരിക്കാൻ വേണ്ടി. എന്നിട്ട് അവർ ചെയ്തു. അതാണ് ധാർമ്മികത എന്ന് പറയുന്നത്. അതാണ് മൊറാലിറ്റി. 15 വയസ്സിനുള്ളിൽ ഈ കുഞ്ഞുങ്ങളുടെ വിശ്വാസ ജീവിതം പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ 15 വയസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ ജ്യേഷ്ഠവപ്പിൻ്റെ പ്രായം അല്ലേ? ജ്യേഷ്ഠവപ്പിൻ്റെ പ്രായം. ഞാൻ ജ്യേഷ്ഠവപ്പ് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതോ മധ്യവപ്പാണ്? ജ്യേഷ്ഠവപ്പല്ലേ? ജ്യേഷ്ഠവപ്പിൻ്റെ പ്രായം. ജ്യേഷ്ഠവപ്പ് വരെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞുങ്ങളിലുണ്ടായ ധാർമ്മിക അവബോധം, ദൈവാവബോധം, മൂല്യബോധം, ദൈവാവബോധം, ഈശ്വരബോധം, ഭയങ്കരം.